ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന 9ാം ചാപ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാപ്റ്ററിൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം അവയുടെ നോട്ട്സ് എഴുതിയതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായിട്ട് 3ാമത്തെ ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഫോളോയിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ജനറൽ സൊല്യൂഷനാണ് കാണാൻ പറഞ്ഞത്. ജനറൽ സൊല്യൂഷൻ കാണാൻ പറയുമ്പോൾ നമുക്ക് അവസാനം പ്ലസ് സി എന്നുള്ള ഒരു ഫോമിൽ എഴുതണം. സി ഇല്ലാത്തതാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. x raised to 5 dy by dx is equal to minus y raised to 5 ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. x raised to 5 dy by dx is equal to minus y raised to 5. അപ്പോൾ ഞാൻ dy by y raised to 5 ഇവിടെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്തുള്ള ഈ ക്വാണ്ടിറ്റി നമ്മൾ താഴെ കൊണ്ടുവന്നു. അപ്പോൾ ഇതിവിടെ കൊണ്ടുവരിക. അപ്പോൾ മൈനസ് ഡി എക്സ് ബൈ എക്സ് റൈസ് ടു 5. അപ്പോൾ ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറി. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ആണ്. ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. അപ്പോൾ ഇൻ്റഗ്രൽ ഡി വൈ ബൈ y raised to 5 minus integral dx by x raised to 5. ഇതിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം മൈനസ് 1/4 y raised to 4 ആണ്. നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ 1/x raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 1/n-1 x raised to n-1 എന്ന് പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് 1/4 x raised to 4 പ്ലസ് സി എന്ന് വേണം നമുക്ക് കൊടുക്കും. പ്ലസ് C1 എന്ന് ഞാൻ ഇവിടെ കൊടുക്കുന്നു. വെറുതെ ഒരു C1 എന്ന് ഞാൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതോടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഇത് മൈനസ് 1/4 y raised to 4 is equal to മൈനസ് ഓഫ് മൈനസ് പ്ലസ് 4 x raised to 4 പ്ലസ് സി എന്ന്. ഞാൻ ഈ ക്വാണ്ടിറ്റിയും കൂടെ കൊണ്ടുവരികയാണ്. മൈനസ് 1/4 y raised to 4 മൈനസ് 1/4 x raised to 4 is equal to C1 എന്ന് കൊടുക്കും. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി ഒരു ഭംഗിയായിട്ട് എഴുതാൻ വേണ്ടി ഞാൻ മൾട്ടിപ്ലൈ ബൈ മൈനസ് 4 ബൈ മൈനസ് 4 എല്ലാത്തിനെയും മൈനസ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? അപ്പോൾ ഇതാകുമ്പോഴത്തേക്കിന് 1/y raised to 4 minus 1/x raised to 4 is equal to minus 4c1 എന്ന് പറഞ്ഞാൽ 1/y raised to 4 minus 1/x raised to 4 is equal to c എന്ന് കൊടുക്കുകയാണ്. വേർ c is capital C is equal to minus 4c1. മൈനസ് 4c1 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് പകരം ഞാൻ c എന്നങ്ങ് എഴുതുകയാണ്. അപ്പം ഇതായിരിക്കും ഇതിൻ്റെ ഒരു ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത്രയുമായിരിക്കും. ഇതായിരിക്കും ഇതിൻ്റെ ഒരു ജനറൽ സൊല്യൂഷൻ. ഇപ്പോൾ ഇവിടെ സി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതൊരു ജനറൽ സൊല്യൂഷൻ എന്ന് പറയും. ഇനി നമുക്ക് അതിൻ്റെ തന്നെ ബി പാർട്ട് നോക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ടിലേക്ക് വരാം. ഇവിടെ ബി പാർട്ടിൽ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? e raised to x tan y dx plus 1 minus e raised to x c square y ആണ്. dy is equal to 0. അപ്പോൾ ഇവിടെ ഇതിനെ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ e raised to x tan y dx is equal to minus 1 minus e raised to x c square y dy എന്ന് എഴുതും. അപ്പോൾ എക്സിൻ്റെ ടേംസ് എല്ലാം അടുപ്പിച്ചെഴുതിയാൽ e raised to x by minus 1 minus e raised to x dx is equal to c square y dy by tan y. അപ്പോൾ നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മൈനസ്
ഇപ്പം പോസിറ്റീവ് ബൈ ന്യൂമറേറ്ററിൽ പോസിറ്റീവ് ബൈ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് വരും. ഇപ്പം നെഗറ്റീവ് ഇ റൈസ് ടു എക്സ് ബൈ 1 മൈനസ് ഇ റൈസ് ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു സി സ്ക്വയർ വൈ ഡി വൈ ബൈ ടാൻ വൈ. ഇനി ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ സി സ്ക്വയർ വൈ ഡി വൈ ബൈ ടാൻ വൈ ഈക്വൽ ടു മൈനസ് ഇ റൈസ് ടു എക്സ് ഡി എക്സ് ബൈ 1 മൈനസ് ഇ റൈസ് ടു എക്സ്. അപ്പോൾ ഒരു വേരിയബിൾ സെപ്പറബിൾ ഫോമിലായി. വൈയുടെ ടേംസ് എല്ലാം ഒന്നിച്ച്, എക്സിൻ്റെ ടേംസ് എല്ലാം ഒന്നിച്ച്. ഇത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടാൻ വൈ സി സ്ക്വയർ വൈ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്കിങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പം വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറി. ഇപ്പം വേരിയബിൾ സെപ്പറബിൾ ഫോമാണ്. അപ്പം വേരിയബിൾ സെപ്പറബിൾ ഫോം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ സി സ്ക്വയർ വൈ ഡി വൈ ബൈ ടാൻ വൈ ഈക്വൽ ടു മൈനസ് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ മൈനസ് ഇ റൈസ് ടു എക്സ് ഡി എക്സ് ബൈ 1 മൈനസ് ഇ റൈസ് ടു എക്സ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ജനറൽ സൊല്യൂഷനിലേക്ക് വരാം. താഴത്തെ കറക്റ്റ് ഡിഫറൻസിയേഷൻ, ടാൻ വൈയുടെ കറക്റ്റ് ഡിഫറൻസിയേഷനാണ് സി സ്ക്വയർ. ഇപ്പോൾ നമുക്ക് ലോഗ് മോഡ് ടാൻ വൈ എന്ന് എഴുതാം. ഇവിടെ ഇതിൻ്റെ കറക്റ്റ് ഡിഫറൻസിയേഷൻ ആണ്, അതായത് 1 മൈനസ് ഇ റൈസ് ടു എക്സ് ഡി വൈ ഡി എക്സ് ഓഫ് 1 മൈനസ് ഇ റൈസ് ടു എക്സ് എന്താണ് നമുക്കറിയാം. ഇതിൻ്റെ ഈ മൈനസ് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. മൈനസ് ഇ റൈസ് ടു എക്സ് ആണ് ഇതിൻ്റെ. 1ൻ്റെ 0 വരും, പിന്നെ മൈനസ്, അതായത് 0 മൈനസ് ഇ റൈസ് ടു എക്സിൻ്റെ ഇ റൈസ് ടു എക്സ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് കൂടെ വരുന്നുള്ളൂ. അപ്പോൾ അത് തന്നെയല്ല കറക്റ്റ് ന്യൂമറേറ്ററായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഡിഫറൻസിയേഷൻ ആണ് മേളിൽ വന്നുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ലോഗ് 1 മൈനസ് ഇ റൈസ് ടു എക്സ്, ലോഗ് 1 മൈനസ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഒരു കോൺസ്റ്റന്റിന് വരെ ഞാൻ ലോഗ് സി എന്നങ്ങ് എഴുതാമെന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ പ്ലസ് സി എന്ന് എഴുതും. അപ്പോൾ താഴത്തെ തന്നെ കറക്റ്റ് ഡിഫറൻസിയേഷൻ മേളിൽ വന്നുകൊണ്ട് ലോഗ് മോഡ് ഡിനോമിനേറ്റർ എന്ന് എഴുതി പ്ലസ് ലോഗ് സി എന്ന് എഴുതി. അപ്പോൾ ഇതിനെ കൂടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ലോഗ് ടാൻ വൈ മൈനസ് ലോഗ് 1 മൈനസ് ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു ലോഗ് സി എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് ലോഗ് ടാൻ വൈ ബൈ 1 മൈനസ് ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു ലോഗ് സി എന്ന് എഴുതാം. അപ്പോൾ രണ്ട് സൈഡിൽ ലോഗ് ഉള്ളത് കൊണ്ട് നമുക്കിതിനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. ടാൻ വൈ by 1 minus e raised to x is equal to c എന്ന് എഴുതാം. So tan y is equal to c into 1 minus e raised to x. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഒരു ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. tan y is equal to c into 1 minus e raised to x. നമ്മൾ സാധാരണ രീതിയിൽ സൊല്യൂഷൻ എഴുതുമ്പോൾ ജനറൽ സൊല്യൂഷൻ എഴുതുമ്പോൾ വൈയുടെ ടേംസ് ഒരു സൈഡിലും കഴിവുണ്ടെങ്കിൽ എക്സിൻ്റെ ടേം മറ്റേ സൈഡിലും പിന്നെ സിയുടെ ഒരു ടേം കൂടെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ എഴുതുകയാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ എഴുതണം. ചില അവസരങ്ങൾ നമുക്ക് എക്സും വൈയും കൂടെ ഒന്നിച്ച് വരും. കഴിവത് ഈ രീതിയിൽ എഴുതാമെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ ജനറൽ സൊല്യൂഷൻ. അല്ലാതെ നമുക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ നിർത്തിയാൽ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷനായിട്ട് എഴുതാം. നമുക്ക് ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഇതായിരിക്കും അതിൻ്റെ ജനറൽ സൊല്യൂഷനായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സോൾവ് ദ ഫോളോയിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ തന്നെയാണ്. അതിൽ എ പാർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. dy by dx is equal to xy plus y by xy plus x ആണ്. ഇതാണ് തന്നിരിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമുക്കിതിനെ ഒരു ഇവിടെ y ഒന്ന് കോമൺ ആയിട്ട് എടുത്താൽ x പ്ലസ് 1 എന്ന് എഴുതാം. ഇവിടെ x കോമൺ എടുത്താൽ y പ്ലസ് 1 എന്ന് എഴുതാം. ഇപ്പോഴും വേരിയബിൾ സെപ്പറബിൾ ഫോമിലല്ല. ഇനി അതിനെ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? ഇവിടെ ഈ y പ്ലസ് 1 നമ്മളിവിടെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. ബൈ y dy. ഇനി എക്സിൻ്റെ ടേംസ് എല്ലാം അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ നമുക്കൊരു x പ്ലസ് 1 ഉണ്ട്, താഴെ ഒരു x ഉണ്ട് dx. ഈ dx അങ്ങോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് എല്ലാം നോക്കി നോക്കാം. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു dy ഉണ്ട്. y പ്ലസ് 1 നമ്മൾ ഇവിടെ നിന്ന് ഡിനോമിനേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ ഉള്ള ന്യൂമറേറ്ററിലുള്ള താഴെ വരികയും ചെയ്യും.
എക്സിൻ്റെ ടേംസ് എഴുതാൻ ഇവിടെ എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഓൾറെഡി ഉണ്ട്, ഡി എക്സ് കൂടെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ ഒരു വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറാം. വേരിയബിൾ സെപ്പറബിൾ ഫോമാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ഇൻ്റഗ്രേറ്റ് ആണ്. ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y പ്ലസ് വൺ ബൈ വൈ ഡി വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഡി എക്സ് എന്ന്. നമ്മളിതിനെ ഡിനോമിനേറ്ററിൽ ഒരു ടേമേ ഉള്ളതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നമുക്ക് ഇങ്ങനെ എഴുതാം. y ബൈ വൈ ദാറ്റ് ഈസ് 1 പ്ലസ് 1 ബൈ വൈ ഡി വൈ ഈക്വൽ ടു ഇവിടെയാണെങ്കിലും ഇൻ്റഗ്രൽ എക്സ് ബൈ എക്സ് 1 പ്ലസ് 1 ബൈ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. അപ്പം 1 ഡിവൈഡ് എന്താണ്? y പ്ലസ് 1 ബൈ വൈയുടെ ലോഗ് മോഡ് y ആണ്. ലോഗ് മോഡ് y ഈക്വൽ ടു ഇവിടെയാണെങ്കിലും 1-ൻ്റെത് എക്സ് ആണ് പ്ലസ് ലോഗ് മോഡ് 1 ബൈ എക്സ് പ്ലസ് സി. ഇതായിരിക്കും ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് അതിൻ്റെ ബി പാർട്ടിലേക്ക് വരാം. അതിൻ്റെ ബി പാർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? dy by dx is equal to xy plus x plus y plus 1 ആണ്. അപ്പോൾ ആദ്യമേ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അപ്പോൾ ഞാൻ ഈ രണ്ട് ടേം ഒന്നിച്ചൊന്ന് എഴുതിയാൽ നമുക്കിവിടെ കോൺഫാക്ടറായിട്ട് എക്സ് ഉണ്ട്, y പ്ലസ് 1 എന്ന് എഴുതാം, പ്ലസ് y പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ y പ്ലസ് 1 കോൺഫാക്ടർ ആയതുകൊണ്ട് എക്സ് പ്ലസ് ഇവിടെ 1 എന്ന് വരും. ഇതാണ് നമുക്ക് dy by dx ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴും വേരിയബിൾ സെപ്പറബിൾ ഫോമിലായില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? dy by y പ്ലസ് 1 ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതും. അപ്പോൾ താഴെ ഇനി ഇപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വേരിയബിൾ സെപ്പറബിൾ ഫോമിലായി. വേരിയബിൾ സെപ്പറബിൾ ഫോമിലായി. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ dy ബൈ y പ്ലസ് 1 ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് പ്ലസ് 1 ഡി എക്സ് എന്ന് വരും. ഇപ്പോൾ താഴത്തെ കറക്റ്റ് ഡിഫറൻസിയേഷൻ അല്ല മേളിൽ വന്നിരിക്കുന്നത്. വൈയുടെ ഡിഫറൻസിയേഷൻ 1 ആയതുകൊണ്ട് നമുക്ക് ലോഗ് മോഡ് y പ്ലസ് 1 എന്ന് എഴുതാം. ഇവിടെയാണെങ്കിൽ എക്സ് എസ് സ്ക്വയർ ബൈ 2 എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എസ് സ്ക്വയർ ബൈ 2 ഇൻ്റഗ്രൽ 1 ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് സി എന്ന് പറയും. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടാൻ പോകും. ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അതിൻ്റെ സി പാർട്ട് ഉണ്ട്. നാലിൻ്റെ സി പാർട്ട് നോക്കാം. എക്സിൻ്റെ റൂട്ട് ഓഫ് 1 പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എസ് സ്ക്വയർ ഡി വൈ ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു 1 പ്ലസ് വൈ സ്ക്വയറും ഇവിടെ ഒരു 1 പ്ലസ് എസ് സ്ക്വയറും ഇല്ലായിരുന്നെങ്കിൽ അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിലായി. അപ്പോൾ അതിനെ കിട്ടാൻ വേണ്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എസ് സ്ക്വയർ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? എക്സ് ബൈ എക്സ് ഇൻറ്റു 1 പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എസ് സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എസ് സ്ക്വയർ ഡി വൈ ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് റൂട്ട് ഓഫ് എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ആണ്. 0 ബൈ ദിസ് നമ്പർ ഈസ് 0 ബൈ ദി നമ്പർ ഈസ് 0 എന്ന് തന്നെ. അപ്പോൾ നമുക്കിതിങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇവിടെ വരാൻ പോകുന്നത്? ഈ എക്സ് ഡി എക്സ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എസ് സ്ക്വയർ പ്ലസ് ഇവിടെ ഇതിങ്ങനെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ? വൈ ഡി വൈ ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന്. ഇപ്പോൾ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോം എക്സും ഡി എക്സും ഒന്നിച്ച് വൈയും ഡി വൈയും എല്ലാം ഒന്നിച്ച് വന്നതിൻ്റെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലായി. വേരിയബിൾ സെപ്പറബിൾ ഫോം. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. അപ്പോൾ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എസ് സ്ക്വയർ ഇൻ്റഗ്രൽ വൈ ഡി വൈ ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും. ഇവിടെ ഇൻ്റഗ്രൽ 0 ഡി എക്സ് എന്ന് കൊടുക്കും. അപ്പോൾ നമുക്കറിയാം താഴത്തെ കറക്റ്റ് ഈ റൂട്ടിനകത്ത് വരുന്നതിൻ്റെ കറക്റ്റ് ഡിഫറൻസിയേഷൻ വരാൻ 2 വേണം.
അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 ഇവിടെ ഒരു 1/2 എഴുതി. അതുപോലെ തന്നെ ഇവിടെ 2 എഴുതി 1/2. എന്തിനാണ് നമ്മുടെ ഈ റൂട്ടിനകത്തുള്ള ക്വാണ്ടിറ്റി 1 + y² ആണ്. അതിൻ്റെ ഡിഫറൻസിയേഷൻ 2y ഇവിടെ വരും. അപ്പോൾ 2 ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ 2 എഴുതി /2 എഴുതി. അപ്പോൾ എന്ത് വരും 1/2 ഇൻറ്റു താഴെ തന്നെ കറക്റ്റ് ഡിഫറൻസിയേഷൻ റൂട്ടിനകത്തുള്ളതിന് കറക്റ്റ് ഡിഫറൻസിയേഷൻ മേളിൽ വന്നാൽ നമ്മൾ എന്ത് വരും 2 × √1 + s². ഇവിടെ അതുപോലെ തന്നെ 1/2 ഇൻറ്റു 2 × √1 + y² ഇവിടെ c എന്ന പേര് കൊടുക്കും. ഇന്റഗ്രൽ 0 dx c ആണ്. അപ്പോൾ ഈ 2 2 ക്യാൻസൽ ചെയ്ത് എന്നിട്ട് നമുക്ക് എന്താ അവസാനം കിട്ടുന്നത് √1 + s² + √1 + y² = c. ഇതായിരിക്കും നമ്മുടെ ജനറൽ സൊല്യൂഷനായിട്ട് കിട്ടാൻ പോകുന്നത്. ഇനി അടുത്ത് നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx e⁻x + y. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതാണ് dy/dx e⁻x + y. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ വേണം എഴുതാം e⁻x × e⁻y. ഇപ്പോഴും വേരിയബിൾ സെപ്പറബിൾ ഫോമിലായില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം dy/e⁻y e⁻x dx എന്ന്. ഇപ്പം വേരിയബിൾ സെപ്പറബിൾ ഫോമിലായി. അപ്പോൾ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈനസ് അല്ലെങ്കിൽ e⁻−y dy e⁻x dx എന്ന് എഴുതാം. തിരിച്ചു വേണമെങ്കിലും എഴുതാം e⁻x dx e⁻−y dy. ഇപ്പോൾ ഒരു വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. വേരിയബിൾ സെപ്പറബിൾ ഫോം. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. ഇപ്പോൾ എന്ത് വരും ഇന്റഗ്രൽ e⁻x dx ഇന്റഗ്രൽ e⁻−y dy എന്ന് വരും. അപ്പോൾ നമുക്കറിയാം e⁻xന്റെ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ എല്ലാം e⁻x ആണ്. ഇവിടെ ഒരു -y വരുന്നതുകൊണ്ട് അതിൻ്റെ ഡിഫറൻസിയേഷൻ എന്താ -e⁻−y അല്ലെങ്കിൽ e⁻−y -1 എന്ന് വരും പ്ലസ് c എന്ന്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എഴുതിയാൽ e⁻x + e⁻−y c എന്ന് കിട്ടും. അപ്പോൾ അത് തന്നെയായിരിക്കും ഇതിൻ്റെ e⁻−y ആണ്. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഒരു ജനറൽ സൊല്യൂഷനായിട്ട് നമുക്ക് പറയാവുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി e⁻x × e⁻y എന്ന് എഴുതിയതിന് ശേഷം അതിനെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവസാനം e⁻x + e⁻−y c എന്നായിരിക്കും ഇതിൻ്റെ ജനറൽ സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ഫോം e⁻y ഇപ്പോൾ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ എഴുതാം. ഈ e⁻−y -e⁻x + c എന്ന് വേണമെങ്കിലും എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇങ്ങനെ എഴുതിയാലും നമുക്ക് ജനറൽ സൊല്യൂഷനെ അവസാനം ഇങ്ങനെയാണ് കിട്ടാൻ പോകുന്നത്. Look at the sixth question. Find a particular solution for the following differential equation. മൂന്ന് ക്വസ്റ്റ്യൻ ആണ്. പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്, നോട്ട് ജനറൽ സൊല്യൂഷൻ. പിന്നെ ജനറൽ സൊല്യൂഷൻ കഴിയുമ്പോൾ നമുക്കറിയാം ഒരു സി കാണും. അപ്പോൾ ആ സി കണ്ടുപിടിക്കാനുള്ള കണ്ടീഷനാണ് നമുക്കിവിടെ. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് സിയുടെ വാല്യൂ കാണും. ആ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും. നമുക്കൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ആറാമത്തെ പാർട്ട് എന്താണെന്ന് നോക്കാം. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx -4xy². ഇതാണ് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്ക് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ ആദ്യം ഒന്ന് കാണാം. അപ്പോൾ ഇതിനെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റുമ്പോൾ dy/y² -4x dx എന്ന് വരും. -4x dx എന്ന് വരും. ഇപ്പം വേരിയബിൾ സെപ്പറബിൾ ഫോമിലായി. വേരിയബിൾ സെപ്പറബിൾ ഫോം. അടുത്ത സ്റ്റെപ്പിൽ എന്താണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് dy/y² -4x dx അല്ലെങ്കിൽ -4 × x dx എന്ന് വേണമെങ്കിലും കൊടുക്കാം. കോൺസ്റ്റന്റ് -4 ആയതുകൊണ്ട് നമുക്ക് -4x dx എന്ന് കൊടുക്കാം. ഇനി അതിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം ഇതിൻ്റെത് -1/y ആണ് എന്ന് പറഞ്ഞാൽ -1/1 y⁻1 എന്ന് പറഞ്ഞാൽ -1/y ആണ്. ഇവിടെ -4 × s²/2 + c എന്ന് വരും. ദാറ്റ് ഈസ് -1/c -2s² + c. ഇതാണ് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ. ഇതാണ്. ഇപ്പോൾ ജനറൽ സൊല്യൂഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താമായിരുന്നു. അടുത്ത പർട്ടിക്കുലർ സൊല്യൂഷൻ കാണാനായിട്ട് സി കാണാനുള്ള കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
നമുക്കൊന്നും കൊടുത്താൽ then x is equal to 0, y is equal to 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ -1/1 is equal to -2 into 0 square. എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 0 സ്ക്വയർ എന്ന് കൊടുത്തു പ്ലസ് സി എന്ന് എഴുതി. അപ്പോൾ സിയുടെ വാല്യൂ എന്താണ്? ഇത് 0 ആയിക്കോളും. 0 പ്ലസ് സി is equal to -1. therefore c is equal to -1 എന്ന് കിട്ടും. അപ്പോൾ സിയുടെ വാല്യൂ -1 ആണ്. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ therefore particular solution is 1 gives particular solution. എന്താണ് particular solution? -1/y is equal to -2s square പ്ലസ് സിയുടെ സ്ഥാനത്ത് നമുക്ക് -1 എന്ന് എഴുതാം. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈൻ ഒന്ന് മാറ്റിയാൽ ഇങ്ങനെ എഴുതാം. 1/y is equal to 2s square പ്ലസ് 1 എന്ന് എഴുതും. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷനായിട്ട് വരാൻ പോകുന്നത്. ഇതായിരിക്കും ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ. 1/y is equal to 2s square പ്ലസ് 1. ഇനി തിരിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം 1/yക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ y is equal to എന്ന് പറഞ്ഞ് വേണമെങ്കിലും എഴുതാം. y is equal to 1/2s square പ്ലസ് 1 ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അല്ലെ ഈ രീതിയിൽ ഇതായിരിക്കും ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പോൾ അവിടെ സി എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതായിരിക്കും അതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയാം. നമുക്ക് അതിൻ്റെ ബി പാർട്ടിലേക്ക് വരാം. ബി പാർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആറാമത്തെ ക്വസ്റ്റിൻ്റെ ബി പാർട്ട് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ cos of dy by dx is equal to a എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ആദ്യം ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഞാൻ ഇപ്പം dy by dx തന്നെയാണെങ്കിൽ നമുക്ക് cos ഇൻവേഴ്സ് എ എന്ന് എഴുതാം. ഈ കോസ് ഇപ്പുറത്ത് വരുമ്പോൾ നമുക്ക് cos ഇൻവേഴ്സ് എ എന്ന് എഴുതാം. ഇനി നമുക്കൊരു ഇതിനെ ഒരു വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് എഴുതിയാൽ cos ഇൻവേഴ്സ് എ dx എന്ന് എഴുതും. അപ്പോൾ y ഒരിടത്തും എക്സിൻ്റെ ഇത് ഒരു കോൺസ്റ്റന്റ് ടൈം ആണെന്ന് നമുക്കറിയാം. ഇപ്പോൾ അത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലായി. വേരിയബിൾ സെപ്പറബിൾ ഫോമാണ്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഇൻ്റഗ്രൽ dy ഈക്വൽ ടു cos ഇൻവേഴ്സ് അതൊരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ dx എന്ന് നമുക്ക് കൊടുക്കും. അപ്പോൾ എന്ത് വരും? y is equal to cos ഇൻവേഴ്സ് ഇൻറ്റു എക്സ് പ്ലസ് സി എന്ന്. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ. ഇനി പർട്ടിക്കുലർ സൊല്യൂഷൻ കാണാനായിട്ടുള്ള കണ്ടീഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? when x is equal to 0 ഇത് നമുക്കൊന്നും എഴുതാം. x is equal to 0, y is equal to 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ഈ ജനറൽ സൊല്യൂഷനിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 1 is equal to cos ഇൻവേഴ്സ് എ ഇൻറ്റു 0 പ്ലസ് സി എന്ന് വരും. അപ്പോൾ ഇത് 0 ആയി പോയിക്കോളൂ. അപ്പോൾ സിയുടെ വാല്യൂ എന്താണ്? c is equal to 1 എന്ന് വരും. therefore particular solution is particular solution. അത് 1 ആണ്. 1 എന്താണ് പറയുന്നത്? y is equal to cos ഇൻവേഴ്സ് ഇൻറ്റു എക്സ് പ്ലസ് സി എന്നാണ്. ആ സിയുടെ സ്ഥാനത്ത് നമുക്ക് 1 എന്നാണ് എഴുതും. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് y - 1 by x is equal to cos ഇൻവേഴ്സ് എ എന്ന് എഴുതും. ഈ +1 ഇപ്പുറത്ത് -1 ആയി മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ചെയ്തു. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് cos of y - 1 by x is equal to e. But this can be regarded as the particular solution of the differential equation. ഇനി നമുക്ക് സി പാർട്ടിലേക്ക് വരാം. സി പാർട്ടിൽ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? dy by dx is equal to y tan x. y tan x. അപ്പോൾ നമുക്കിതിനെ ഒരു വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ എഴുതിയാൽ dy by y is equal to tan x dx. അപ്പോൾ ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലായി. വേരിയബിൾ സെപ്പറബിൾ ഫോമിലായി. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ dy by y അല്ലെങ്കിൽ 1/y dy ഇൻ്റഗ്രൽ 1/y dy is equal to ഇൻ്റഗ്രൽ tan x dx എന്ന് എഴുതും. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ tan x ലോഗ് sec x ലോഗ് മോഡ് sec x പ്ലസ് സി എന്ന് എഴുതാം. ഇവിടെയാണെങ്കിൽ ലോഗ് ഇങ്ങനെ എഴുതാൻ സാധിക്കും.
ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോഗ് സി എന്ന് കൂടെ അങ്ങ് എഴുതാം. അപ്പോൾ ഇതിനെ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നുള്ള ഫോമിലാണെങ്കിൽ ലോഗ് സി സിക്ക് എക്സ് എന്ന് എഴുതാം. നമ്മൾ വേണമെങ്കിൽ ലോഗ് സി ഇങ്ങനെ എഴുതാം, ലോഗ് സി സിക്ക് എക്സ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ലോഗ് മോഡ് വൈ ഇസിക്കൽ ലോഗ് മോഡ് സി സിക്ക് എക്സ് എന്ന് കിട്ടി. അപ്പോൾ എന്താണ് വൈ മോഡ് വൈ ഇസിക്കൽ ടു സി സിക്ക് എക്സ് എന്ന് എഴുതും, അല്ലെങ്കിൽ വൈ ഇസിക്കൽ ടു സി സിക്ക് എക്സ് എന്ന് എഴുതും. ഇതാണ് ഇതിൻ്റെ സി അവിടെ ഉള്ളതുകൊണ്ട് ഇത് ജനറൽ സൊല്യൂഷനാണ്. ഇനി അത് കണ്ടുപിടിക്കാൻ കണ്ടീഷൻ എന്താണ്? വെൻ എക്സ് ഇസിക്കൽ 0, വെൻ എക്സ് ഇസിക്കൽ 0 വൈ ഇസിക്കൽ ടു 1 എന്ന് പറയും. അപ്പോൾ നമുക്കിതിനെ 1 ഗീവ്സ് എന്താണ് 1 തരുന്നത്? 1 ഇസിക്കൽ ടു സി ഇൻറ്റു 6 0. അപ്പോൾ നമുക്കറിയാം cos 0 1 ആയതുകൊണ്ട് 6 0 1 ആണ്. therefore സി ഇസിക്കൽ ടു 1 എന്ന് കിട്ടും. അപ്പം ഇവിടെ ആ സിയുടെ വാല്യൂ എന്താണ്? 1 എന്ന് തോന്നും. അപ്പോൾ ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്തായിട്ട് നമുക്ക് എഴുതാം? therefore 1 gives particular solution. അപ്പോൾ എന്താണ് y? y is equal to സിയുടെ സ്ഥാനത്ത് 1 എഴുതിയാൽ y is equal to sec x. ഇതായിരിക്കും ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കിട്ടാൻ തോന്നും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി കർവ് പാസിംഗ് ത്രൂ ദ പോയിന്റ് 1 1 whose differential equation is given by x dy is equal to 2x square plus 1 dx when x not equal to 0. ഇപ്പോൾ ഇവിടെ ഒരു വേർഡ് പ്രോബ്ലം പോലെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഫോം തന്നിരിക്കുന്ന ആ ഇക്വേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെയാണെന്നാണ് തന്നിരിക്കുന്നത്. ഏതോ ഒരു കർവിൻ്റെ ഇക്വേഷൻ ഓഫ് ഈ കർവ് അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു 2x square plus 1 dx. Find the equation of the curve. അപ്പോൾ ആ കർവിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. ആ കർവിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആ പാസ് ചെയ്യുന്ന പോയിന്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ ഇക്വേഷൻ കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യും? വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഒറിജിനൽ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഒറിജിനൽ ഇക്വേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ എക്സ് ഡി വൈ സീക്വൽ ടു 2x square പ്ലസ് 1 ബൈ എക്സ് ഡി എക്സ് എന്ന് എഴുതും. ഡി വൈ സീക്വൽ 2x square പ്ലസ് 1 ബൈ എക്സ് ഡി എക്സ്. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ ഒന്ന് അറിഞ്ഞ് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ 2x പ്ലസ് 1 ബൈ എക്സ് ഡി എക്സ് എന്ന്. ഇതിപ്പം വേരിയബിൾ സെപ്പറബിൾ ഫോമിലാണ്. ഇത് തന്നെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലാണ്. വേരിയബിൾ സെപ്പറബിൾ ഫോമിലാണ്. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഒറിജിനൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ ഡി വൈ സിക്കൽ ഇൻ്റഗ്രൽ 2x പ്ലസ് 1 ബൈ എക്സ് ഡി എക്സ് എന്ന് എഴുതും. ഇതാകുമ്പോൾ y ആണ്. 2x ആകുമ്പം 2 ഇൻറ്റു എസ് സ്ക്വയർ ബൈ 2 ലോഗ് മോഡ് എക്സ് പ്ലസ് സി ആണ്. എന്ന് പറഞ്ഞാൽ y സിക്കൽ ടു എസ് സ്ക്വയർ പ്ലസ് ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ഇക്വേഷൻ. അപ്പോൾ അവിടെ ഒരു സി ഉണ്ട്. ആ സി കണ്ടുപിടിക്കാനായിട്ട് ഉള്ളൊരു കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞത്. കർവ് പാസസ് ത്രൂ 1 1 എന്നാണ്. ഇതാണ് കർവിൻ്റെ ഇക്വേഷൻ, കറക്റ്റായിട്ടുള്ള ഇക്വേഷനാണ്. ഇതതിൻ്റെ ഡിഫറൻഷ്യൽ ഫോമാണ്. അപ്പോൾ ഇത് സിൻസ് ദ കർവ് പാസസ് ത്രൂ 1 1, സിൻസ് 1 പാസസ് ത്രൂ 1 1. അപ്പോൾ ഈ 1 1 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലൂടെ ഇത് പാസ് ചെയ്യുമ്പോൾ നമുക്ക് y കാണുന്നിടത്ത് 1 കൊടുക്കാം. അപ്പോൾ 1 സ്ക്വയർ ലോഗ് 1 പ്ലസ് സി എന്ന് എഴുതും. ദാറ്റ് ഈസ് 1 ഈസ് ഈക്വൽ ടു 1 പ്ലസ് ലോഗ് 1 0 ആണ്. ഇത് 0 വരും പ്ലസ് സി എന്ന് വരും. അപ്പോൾ സിയുടെ വാല്യൂ എന്താ? 1 മൈനസ് 1 0 എന്ന് വരും. അപ്പോൾ ഇവിടെ സിയുടെ വാല്യൂ 0 ആണ്. therefore find the equation of the curve is equal to, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. therefore 1 gives y is equal to s square plus log mod x ആണ്. പ്ലസ് സി എന്നുള്ളത് 0 ആയത് നമ്മളത് എഴുതുന്നില്ല. y is equal to s square ഇക്വേഷൻ 1 അനുസരിച്ച് y is equal to s square plus log mod x.
So this is the equation of the curve. Equation of the curve. അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ? ഒരു കർവിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരികയാണ്. ഇതാണ് അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൽ നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കി ശേഷം നമ്മളതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. ഇതാണ് ഇക്വേഷൻ. അവിടെ സി കണ്ടുപിടിക്കാനായിട്ട് ഈ കണ്ടീഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. അവിടെ സി കണ്ടുപിടിച്ച് അതിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ കർവിൻ്റെ ഇക്വേഷൻ കിട്ടും. Look at the 8th question. Find the equation of the curve passing through the point minus 2, 3 given that the slope of the tangent to the curve at any point xy is 2x by y square. എന്താണ്? നമുക്കറിയാം ഏതെങ്കിലും ഒരു ഇക്വേഷൻ y is equal to something എന്തോ ഒരു ഇതിൻ്റെ ആ കർവിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് xy എന്ന് പറയുന്ന പോയിന്റ്. അപ്പം നമ്മളൊരു ഇങ്ങനെ ഒരു കർവ് എടുക്കുകയാണ്. ആ കർവിൻ്റെ xy എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? dy by dx ആണ് നമുക്കറിയാം. സോ dy by dx is the slope at the point xy നമുക്കറിയാം. ഇനി ഈ ക്വസ്റ്റിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇക്വേഷനകത്ത് കർവ് നമ്മൾ കണ്ടത് ഏതോ ഒരു കർവിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അത് പാസ് ചെയ്യുന്ന പോയിന്റ് -2, 3 ആണ്. Given that the slope of the tangent to the curve at any point xy is 2y by s square. നമുക്ക് മനസ്സിലായി dy by dx ആണ് തന്നിരിക്കുന്നത്. dy by dx is equal to 2x by y square. അപ്പോൾ എന്താണ് ഈ കർവിൻ്റെ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒറിജിനൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ ഉണ്ട്. അപ്പം വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റി നമ്മൾ അതിൻ്റെ ഒറിജിനൽ ഇക്വേഷൻ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഒരു കർവിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ അവർ പറയുന്നില്ല. ഒരു പോയിന്റിൽ xy എന്ന് പറയുന്ന പോയിന്റിലെ ടാൻജൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം dy by dx ആണ്. അത് ഇതിനോട് ഈക്വൽ ആണെന്ന് പറയും. അപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു ഒരു കർവിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിൽ നിന്ന് കർവിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്കിതിനെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റിയാൽ y square dy is equal to 2x dx എന്നാണ്. അപ്പോൾ ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് y square dy is equal to 2 into x ഇൻ്റഗ്രേറ്റ് x dx എന്ന് പറഞ്ഞാൽ y cube by 3 is equal to 2 into s square by 2 plus c. That is y cube by 3 is equal to s square plus c. അപ്പോൾ ഇതാണ് ആ കർവിൻ്റെ ഒറിജിനൽ ഇക്വേഷൻ. ഇനി അവിടെ സി ഉള്ളതുകൊണ്ട് സി കണ്ടുപിടിക്കാനായിട്ടൊരു കണ്ടീഷൻ ഇവിടെ തരുന്നുണ്ട്. ദ കർവ് പാസ് ത്രൂ ദ പോയിന്റ് -2, 3. സിൻസ് 1 ഇതാണ് കർവിൻ്റെ ഇക്വേഷൻ. സിൻസ് 1 പാസസ് ത്രൂ അതാണ് -2, 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ എസ് കോർഡിനേറ്റ് -2 y കോർഡിനേറ്റ് 3 ആണ്. -2, 3 ആണ്. അപ്പോൾ നമുക്ക് 3 ക്യൂബ് by 3 is equal to -2 സ്ക്വയർ പ്ലസ് c. അപ്പോൾ ഇത് 3 സ്ക്വയർ 9 ആണ്. 9 is equal to 4 plus c ആണ്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് c? c is equal to 5 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ സിയുടെ വാല്യൂ 5 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് therefore equation of curve is according to 1 y cube by 3 is equal to s square plus 5 എന്ന് കിട്ടും. സിയുടെ വാല്യൂ 5 ആണ്. അപ്പോൾ ഇതാണ് ആ കർവിൻ്റെ ഇക്വേഷൻ. നമ്മൾ ഇതിനെ ഒന്നിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ y cube is equal to 3s square plus 15 വരും. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ y is equal to 3s square plus 15 all raised to 1/3 ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇതായിരിക്കും ഈ കർവിൻ്റെ ഒറിജിനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ്. അപ്പോൾ ചോദ്യം എന്താണ് മനസ്സിലായല്ലോ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരികയാണ്. dy by dx is 2x by y square തന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒറിജിനൽ ഇക്വേഷൻ കാണാൻ നമ്മൾ അതിനെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റി അതിൻ്റെ ഒറിജിനൽ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന അവിടെ സി ഉണ്ടെങ്കിൽ സി കണ്ടുപിടിക്കാനുള്ള ഒരു കണ്ടീഷനാണ് ഈ തന്നിരിക്കുന്നത്. പ്രത്യേകം നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ കർവ് പാസിംഗ് ത്രൂ ദ പോയിന്റ്. ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. given that at any point xy on the curve product of its slope of its tangent and y coordinate എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റും സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റും
അത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഈക്വൽ ടു എസ് കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് എന്നാണ് കിട്ടുന്നത്. ഈക്വൽ ടു എസ് കോർഡിനേറ്റ്. അപ്പോൾ ഈ പോയിന്റിലായതുകൊണ്ട് അതിൻ്റെ വൈ കോർഡിനേറ്റ് വൈ എന്ന് എസ് കോർഡിനേറ്റ് എക്സ് എന്നും എടുക്കാം. ഈ പോയിന്റിൽ കർവിൻ്റെ ഈ ഒരു പറയുന്ന പോയിന്റിൽ പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് ഓഫ് ഹിസ് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ്. വൈ കോർഡിനേറ്റ് നമുക്ക് വൈ എന്ന് എടുക്കാം. ഈ പോയിന്റ് ആയതുകൊണ്ട് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എസ് കോർഡിനേറ്റ്. ഈ പോയിന്റ് എസ് കോർഡിനേറ്റ് എന്താണ്? എക്സ് ആണ്. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ആ കർവിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. അവിടെ നിന്ന് ഒറിജിനൽ കർവ് കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ദ ഇക്വേഷനകത്ത് കർവ് കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് നമ്മൾ ഒറിജിനൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക. വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റിയതിന് ശേഷം സെപ്പറേറ്റ് ഫോളോഡ് ബൈ ഇൻ്റഗ്രേഷൻ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? വൈ ഡി വൈ ഈക്വൽ ടു എക്സ് ഡി എക്സ്. അപ്പോൾ ഇതിന് നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വൈ ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്. ഇപ്പോൾ വൈ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു എസ് സ്ക്വയർ ബൈ 2 പ്ലസ് സി എന്നത്. ഇതാണ് കർവിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇനി സി കണ്ടുപിടിക്കാനായിട്ട് ഇത് പാസ് ചെയ്യുന്ന പോയിന്റ് സിൻസ് 1 passes through. സീറോ മൈനസ് ടു ഇവിടെ പാസ് ചെയ്യുന്നതുകൊണ്ട് അതിന് എസ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് -2 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? -2 സ്ക്വയർ ബൈ 2 ഈക്വൽ ടു 0 സ്ക്വയർ ബൈ 2 പ്ലസ് സി. ഇതിപ്പോൾ 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ സിയുടെ വാല്യൂ എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. Therefore, 1 gives equation of curve is y square by 2 is equal to s square by 2 plus c യുടെ സ്ഥാനത്ത് നമുക്ക് 2 എന്ന് എഴുതാം. അപ്പോൾ ഇത് ഒന്നുകൂടെ ഭംഗിയായിട്ട് എഴുതിയാൽ 2 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? y square is equal to s square plus 4 എന്ന് കിട്ടും. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഒരു ഫൈനൽ ആൻസർ. അപ്പോൾ ഇതാണ് ആ കർവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 4 ആണ്. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഇക്വേഷൻ, ആ കർവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ആ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളതിൻ്റെ ഫോക്കസ് ഏരിയ അത്രയും ഭാഗമാണ് ഇവിടെ നമ്മൾ എടുത്തത്. അപ്പം ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. ഈ ചാപ്റ്ററുമായിട്ട് സഹകരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.